രാവിലെ സ്ഥിരമായിട്ട് ആദ്യത്തെ യാത്രയാണ് കണിമംഗലം ശാസ്താവിന്റെ നേതൃത്വത്തിലുള്ള സ്ഥിരമായി ഞങ്ങൾ പോകാറുള്ളതാണ്. ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, സാധാരണത്തെക്കാൾ വലിയ ജനക്കൂട്ടാണ് ഇത്തവണത്തെ എല്ലാ ചടങ്ങുകളിലും. ഞങ്ങൾ നോക്കിയപ്പോൾ കൊടിയേറ്റം മുതൽ എല്ലാ ചടങ്ങുകളിലും സാധാരണത്തെക്കാൾ വലിയ ജനക്കൂട്ടാണ് ഉണ്ടാകുന്നത്. കണിമംഗലം ശാസ്താവിന്റെ യാത്രയിൽ തന്നെ എനിക്ക് അറിയാവുന്നതുപോലെ ഒരു ചരിത്രമുണ്ട്. അത് ദേവഗുരുവാണെന്നുള്ളത് കൊണ്ട് വടക്കുന്നാഥനിലേക്ക് കടക്കുമ്പോൾ വെയിലും മഴയും കൊള്ളാതെ തന്നെ പോകണം എന്ന് മാത്രമല്ല, സാധാരണ നിലയിൽ പോകുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ബാക്കി ദേവതകളെല്ലാം ശാസ്താവ് പോകുന്നത് പടിഞ്ഞാറ് നടയിലൂടെ കിഴക്കേ നടയിലൂടെയല്ല, നേരെ തെക്കേ ഗോപുര നടയിലൂടെ. ഈ പാട്ട് മനസ്സിലാവുന്നുണ്ടോ? ഇത് പാട്ടാ വായിക്കുന്നത് മനസ്സിലാവുന്നു? വായിക്കുന്ന പാട്ട് മനസ്സിലാവാതിരിക്കുന്നില്ല രാവിലെ മുതൽ. ഇതിന്റെ ഓരോ യാത്രയിലും ഓരോ താളാണ്. ഓരോ യാത്രയിലും ഓരോ സ്ഥലത്തു നിന്ന് പയ്യന്തോട് ലാലൂരൊക്കെ വരുമ്പോൾ പഞ്ചവാദ്യത്തോടു കൂടി വരും. എന്നിട്ട് പിന്നെ പന്തലിൽ നിന്ന് കയറുമ്പോൾ പാണ്ടിയിലേക്ക് കിടക്കും. അങ്ങനെ ഓരോന്നിനും ഓരോ കൃത്യമായ ധാരണയുണ്ട്. ഇതിപ്പോ നേരെ കൊളച്ചേരി അമ്പലത്തിൽ പോയി ഇറക്കി എഴുന്നള്ളിച്ചാൽ അവിടെ നിന്ന് പിന്നെ ആനകളുടെ എണ്ണം കൂടി അങ്ങ് നേരെ പിന്നെ മണികണ്ഠനാൽ പന്തലിലേക്ക് പോയി ആദ്യം വടക്കുന്നാഥന്റെ മുമ്പിൽ പിന്നെ എത്തിച്ചേരുന്ന ഘടകപൂരമാണ് കണിമംഗലം ശാസ്താവിന്റെ പൂരം. ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരികയായി അല്ലേ? പിന്നെ തിരുവമ്പാടിയും പാറമേക്കാവും കഴിച്ചാൽ 8 കണിമംഗലം ശാസ്താവിന്റെ യാത്ര അവിടെ തുടങ്ങിയിട്ടുണ്ട്. മന്ത്രി കെ രാജൻ പറയുന്നത് പോലെ